ദേശീയപാത 544 ഇടപ്പള്ളി മണ്ണൂത്തി റീച്ച്, അവിടെ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു പ്രദേശമാണ് മുരിങ്ങൂർ ഭാഗം. ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് പല സമയങ്ങളിലും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത്. കൊരട്ടി, ചെറങ്ങര, ആമ്പല്ലൂര്, പേരാമ്പ്ര ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഈ പ്രശ്നം ഉണ്ട്. ഈ അടിപ്പാത മേൽപ്പാത നിർമ്മാണം നടക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കം കൃത്യമായി തന്നെ ദേശീയപാത അതോറിറ്റി നടത്തേണ്ടതായിരുന്നു. അതായത് ഈ സർവീസ് റോഡുകളൊക്കെ കൃത്യമായി ടാർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഈ വാഹനങ്ങളുടെ ഫ്ലോ സുഗമമാക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തില്ല. ഒരു സാമാന്യ മര്യാദയും ഒരു ഔചിത്യവും ജനങ്ങളുടെ കരുതലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അനന്തമായിട്ട് നീണ്ടുപോകുക പ്രശ്നങ്ങൾ. ഞങ്ങൾ എല്ലാ ദിവസങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇന്നൊരു ദിവസം ബ്ലോക്ക് കുറവുണ്ട്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് പറയാനാ ബൈ, എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഇതെല്ലാം അനുഭവിക്കാൻ നമ്മൾ മലയാളികൾ. നേരത്തെ ടോൾ കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് തടഞ്ഞു വച്ചിരുന്നു. അന്ന് കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഈ 4 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ നേരെയാക്കാൻ കഴിയണം എന്നതാണ്. പക്ഷേ അതിനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യവും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? കഷ്ടമാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിളായാലും നടക്കാൻ പറ്റാത്തൊരു ഇതാണ്. മണിക്കൂറുകളോളം കുടുങ്ങണം. നമുക്ക് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിന് ഒരു വിലയില്ലാത്ത രീതിയിലുള്ള ജനങ്ങളെ കാണണം. വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇതിലൂടെ ഓടിച്ചോണ്ട് പോകാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളം എന്തൊരു വഴിയാ. ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാൻ തന്നെ വണ്ടികൾ നിർത്തി തരും കൂടിയില്ല. എന്തിന് തിരിച്ചു കയറണമെങ്കിൽ തന്നെ ചുറ്റി വരണം. പിന്നെ പൊടി ശല്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. വയസ്സായ ആൾക്കാർക്ക് ഇത് കൂടെ നടക്കാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ, അവധി ദിവസമല്ലാത്ത പ്രവൃത്തി ദിവസങ്ങളിൽ ഈ കുരുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആ രീതിയിൽ തന്നെ വലിയ തോതിൽ ഉണ്ടാകുമെന്നതും വ്യക്തമാണ്. എന്തായാലും ഉടനടി പരിഹാരമാണ് ഇവിടെ ആവശ്യം. ജനങ്ങൾ നരകിക്കുകയാണ്, അതാണ് അവരുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, മുരിങ്ങൂർ.